ഹായ് ഫ്രണ്ട്സ്, ഓരോണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റോക്കുകൾ എങ്ങനെ സെലക്ട് ചെയ്യണം, അതേപോലെ തന്നെ നിലവിൽ ഏതൊക്കെ സെക്ടറുകളാണ് പെർഫോം ചെയ്യുന്നത്, ഏതൊക്കെ സെക്ടറുകളാണ് വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സെക്ടർ റൊട്ടേഷനും സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്കുകളൊക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. മാർക്കറ്റ് ഒരു വർഷം നീണ്ടു നിന്ന ഒരു സൈഡ് വേസ് കറക്ഷന് ശേഷം ചെറിയ രീതിയിൽ റിക്കവറി ആകുന്നുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഇനി മുൻപോട്ടുള്ള നാളുകളിൽ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയൊരു ബുൾ റൺ സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് സെക്ടറാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം സെക്ടർ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, സെക്ടർ റൊട്ടേഷൻ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, സ്റ്റോക്കുകൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് കിടക്കാം. മാർക്കറ്റിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു ബുൾ റണ്ണ് വരും, അതിനുശേഷം എന്താണ് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഒരു ടൈം കറക്ഷനോ പ്രൈസ് കറക്ഷനോ വരും. ഈ ഒരു കറക്ഷന് ശേഷം വീണ്ടും മാർക്കറ്റ് റിക്കവർ ചെയ്ത് എന്താണ് പുതിയൊരു ഹൈയിലോട്ട് പോകും, ഇല്ലെങ്കിൽ പുതിയൊരു ബുൾ റൺ സ്റ്റാർട്ടാവും. പലപ്പോഴും ഈ ഒരു ബുൾ റണ്ണിൽ പെർഫോം ചെയ്തിട്ടുള്ള സെക്ടേഴ്സ് ആയിരിക്കണമെന്നില്ല ഈ ഒരു ബുൾ റണ്ണിൽ പെർഫോം ചെയ്യുന്നത്. പക്ഷെ പല സ്വിംഗ് ട്രേഡേഴ്സും ഈ ഒരു ബുൾ റണ്ണിൽ പെർഫോം ചെയ്ത ചില സ്റ്റോക്കുകൾ, ഇപ്പം ഏതെങ്കിലും പർട്ടിക്കുലർ സ്റ്റോക്കുകൾ ഈ ഒരു ബുൾ റണ്ണിൽ അവരുടെ കയ്യിൽ നിന്ന് മിസ്സായെന്ന് വിചാരിച്ചോ. പക്ഷേ മാർക്കറ്റ് അവർ കറക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ ഈ ഒരു ബുൾ റൺ സ്റ്റാർട്ട് ആവുമ്പം ഇവിടെ മിസ്സായിട്ടുള്ള സ്റ്റോക്കുകളിൽ, അതായത് ഇപ്പോൾ ഇത് 2023 ആണെന്നുണ്ടെങ്കിൽ 2023 ബുൾ റണ്ണിൽ മിസ്സായിട്ടുള്ള സ്റ്റോക്കുകളിൽ 2025 2026 കൊണ്ടുപോയി നിക്ഷേപിക്കും. അത് ഒരു വളരെ തെറ്റായിട്ടുള്ള രീതിയാണ്. കാരണം എപ്പോഴും ഒരു ബുൾ റണ്ണ് വരുമ്പം ഇല്ലെങ്കിൽ ഒരു കറക്ഷന് ശേഷം സെക്ടർ റൊട്ടേഷൻ നടക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ ഏത് സെക്ടറാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, സ്റ്റോക്ക് സെലക്ട് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും സ്വിംഗ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സൈറ്റാണ് തിജോരി ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഗൂഗിളിൽ വന്നിട്ട് തിജോരി മാർക്കറ്റ് മോണിറ്ററെന്നോ അല്ലെങ്കിൽ മാർക്കറ്റെന്നോ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ആ ഒരു ഡാഷ്ബോർഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ ഒരു മാർക്കറ്റ് മോണിറ്റർ എന്ന് പറയുന്ന ഡാഷ്ബോർഡിൽ നമുക്ക് ഈ ഒരു നമ്മളുടെ പ്രധാന ഇൻഡെക്സുകൾ നിഫ്റ്റി, നെക്സ്റ്റ് 50, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ്, ഇത് ഏകദേശം സിംഗിൾ ഡേയിൽ എത്ര പെർസെൻറ്റേജ് പെർഫോം ചെയ്യുന്നു, വീക്ക്ലി എത്ര പെർസെൻറ്റേജ് പെർഫോം ചെയ്യുന്നു, മന്ത്ലി എത്ര പെർസെൻറ്റേജ് പെർഫോം ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇങ്ങനെ നോക്കുന്നത് വഴി നിലവിൽ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഇപ്പം മിഡ് ക്യാപ്പ് ആണോ, സ്മോൾ ക്യാപ്പ് ആണോ, മൈക്രോ ക്യാപ്പ് ആണോ, അതോ നിഫ്റ്റി 50 ലാർജ് ക്യാപ്പ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അവിടെ നിന്ന് നമ്മൾ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ബേസ്ഡ് നമുക്ക് ലിസ്റ്റ് അവൈലബിൾ ആയിരിക്കും. കെമിക്കൽ, മെറ്റൽ, EMS അതായത് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് സർവീസ്, ഷുഗർ, ജ്വല്ലറി, ലൈഫ് ഇൻഷുറൻസ്. സോ ഇത്തരത്തിലുള്ള എല്ലാ പർട്ടിക്കുലർ ആയിട്ടുള്ള എന്താണ് നമുക്ക് ഇൻഡസ്ട്രി ബേസ്ഡ് ഡീറ്റെയിൽസും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പം അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഇവിടെ എന്താണ് 52 വീക്ക് ഹൈയിൽ നിന്ന്, ഇപ്പം ഡിഫൻസ് സെക്ടർ 52 വീക്ക് ഹൈയിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് താഴെയാണോ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. വൺ ഡേ സിംഗിൾ ഡേയിൽ എത്ര പെർസെൻറ്റേജ് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. വീക്കിലി എത്ര പെർസെൻറ്റേജ് പെർഫോം ചെയ്തു, മന്ത്ലി എത്ര പെർസെൻറ്റേജ് പെർഫോം ചെയ്തു, 3 മന്തിൽ എത്ര പെർസെൻറ്റേജ് പെർഫോം ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ 3 മന്ത്സ് വെച്ച് നോക്കുവാണ്, ഇല്ലെങ്കിൽ നമ്മളൊരു 3 മന്ത്സും 1 മന്തും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മന്തിൽ 26% എന്താണ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട് ഡിഫൻസ് സ്റ്റോക്സ്, പോളിമേഴ്സ് 12. അപ്പം നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് 16% പാക്കേജ്ഡ് മീറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കൊടുത്തിട്ടുള്ളത് ഏവിയേഷൻ 16% കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള സെക്ടേഴ്സ് ഇല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് നോക്കണം, അതിന് ലിക്വിഡിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ആ സ്റ്റോക്കുകൾക്ക് വോളിയം ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യണം. ഇനി 1 മന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ മൈക്രോ ഫിനാൻസ് പെർഫോം ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഹോം ഫിനാൻസ് പെർഫോം ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഫെർട്ടിലൈസേഴ്സ് പെർഫോം ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്
പറ്റും. ഓക്കെ, അപ്പം ഇത് വെച്ച് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിഫൻസ്, ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ ഡിഫൻസ്, മൈക്രോ ഫിനാൻസ്, ഹോം ഫിനാൻസ്, അതേപോലെ തന്നെ ഫെർട്ടിലൈസർ. അപ്പം ഈ 4 ഇല്ലെങ്കിൽ 5 സെക്ടർ നോക്കിയാൽ നമ്മൾ ഇതിൻ്റെ ചാർട്ടുകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ചമ്പൽ ഫോർട്ട് പോലുള്ള നിരവധി സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഫെർട്ടിലൈസറിലുള്ള നിരവധി സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിനാൻസ് സെക്ടർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയൊക്കെ, ബാങ്ക് ആയാലും ബാക്കിയുള്ള ഫിനാൻഷ്യൽ സെക്ടർസ് എല്ലാം തന്നെ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിവിടെ ഫെർട്ടിലൈസറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ സ്റ്റോക്കുകളുടെ പേര് വരും. ഇവിടെ എല്ലാ സ്റ്റോക്കുകളും നമുക്കിവിടെ കാണിക്കുന്നില്ല, ഇത് ലോക്കാണ്, നമ്മൾ പ്രീമിയം ഫ്യൂച്ചേഴ്സ് യൂസ് ചെയ്യാത്തതുകൊണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു സരോദ പോലുള്ള ബ്രോക്കേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് തോന്നുന്നു. അപ്പം ഇവിടെ ഫെർട്ടിലൈസർ സെക്ടർ ബുള്ളിഷ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി അതേപോലെ തന്നെ നമ്മൾ എന്താണ് ഇവിടെ ഡിഫൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഡിഫൻസും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റി. ഇനി ഡിഫൻസ് നോക്കുമ്പോൾ എന്താണ്, 3 മന്ത്ലി പോസിറ്റീവാണ്, 1 മന്തിലും നല്ല പോസിറ്റീവാണ്, വീക്ക്ലിയും പോസിറ്റീവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെക്ടറാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഡിഫൻസ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കഴിഞ്ഞ സൺഡേ വീഡിയോയിലൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫൻസ് സെക്ടർ വളരെ സ്ട്രോങ് ആണെന്നുള്ളതും. ഇന്ന് ഏപ്രിൽ 29 നമ്മൾ നോക്കുമ്പം ഇന്ന് ഡിഫൻസ് സെക്ടർ നിരവധി ഡിഫൻസ് സ്റ്റോക്കുകൾ ഇല്ലെങ്കിൽ ആ സെക്ടറുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഇന്നൊക്കെ മാസ്ഡോഗ് ഒക്കെ 8%, 9%, BDL ആയാലും നിരവധി ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു 3 മന്ത്, 1 മന്ത്, 1 വീക്ക് റിട്ടേൺ കമ്പയർ ചെയ്തുകൊണ്ട് ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന, ഏറ്റവും ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന സെക്ടേഴ്സ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോഴത്തെ മാർക്കറ്റിൽ. അപ്പം നിലവിൽ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്നത് ഡിഫൻസ് ആണ്, അതേപോലെ തന്നെ ഫിനാൻസ് ആണ്. അതേപോലെ തന്നെ ഫിനാൻസ് ഇവിടെ നിങ്ങൾക്ക് 2 ഹോം ഫിനാൻസും അതേപോലെ തന്നെ മൈക്രോ ഫിനാൻസും എല്ലാം സ്ട്രോങ് ആണ്. അതിൻ്റെ കൂടെ ഫെർട്ടിലൈസർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഏതാണ്, പിന്നെ ഒരു 15% EMS, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ എന്താ പറയുക, നിരവധി സ്റ്റോക്കുകൾ EMSലെ ഡിക്സണൊക്കെ തന്നെ നല്ല രീതിയിൽ കയറുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ സോളാർ പാനൽ, ഗ്ലാസ് പ്രൊഡക്ട്സ്. അപ്പം ഇതിനുള്ളിൽ ഏറ്റവും സ്ട്രോങ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഫിനാൻസും അതേപോലെ തന്നെ എന്താണ് ഡിഫൻസും അതിൻ്റെ കൂടെ തന്നെ ഫെർട്ടിലൈസറുമാണ്. ഓക്കെ, സോ ഈ സ്റ്റോക്കുകളിൽ നമുക്ക് എന്താണ് സ്വിംഗ് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സെയിം ടൈം നമ്മൾ 3 മന്ത്സിൽ വീക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്, IT സ്മോൾ ക്യാപ്പാണ് ഇവിടെ 23% നെഗറ്റീവിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് IT സെക്ടർ നോക്കിയാലും കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു മാർക്കറ്റ് കറക്ഷനിൽ ഏറ്റവും നന്നായിട്ട് വീണിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ടറാണ് സ്മോൾ ക്യാപ്പ് IT എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലാർജ് ക്യാപ്പ് ആണെന്നുണ്ടെങ്കിലും IT നല്ല രീതിയിൽ വീക്കാണ്. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ ഒരു 10%-ൻ്റെ മുകളിൽ നിൽക്കുന്ന ഏതാണ്, റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. അതേപോലെ കുറച്ചുകൂടെ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി നോക്കുമ്പം ഇവിടെ 12% ഏതാണ്, പ്ലൈവുഡ് ഉണ്ട്. സ്മോൾ ക്യാപ്പ് IT ആണ് 23, ഇതും IT ആണ്. അതേപോലെ ടൈൽസ് മിഡ് ക്യാപ്പ്, അത് മിഡ് ക്യാപ്പാണ്, IT മിഡ് ക്യാപ്പാണ്. സോ IT സെക്ടറാണ് ഏറ്റവും വീക്കായിട്ട് 3 മന്തിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ 1 വീക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ്, IT സ്മോൾ ക്യാപ്പ് 23% ഇവിടെ -3 മന്ത്സിൽ കണ്ടു. പക്ഷേ നമ്മളെന്താണ് 1 മന്തിലും 1 വീക്കിലും നോക്കുമ്പോൾ എന്താണ് അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിട്ടേൺസ് ഇല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു റിവേഴ്സലാകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇങ്ങനെ ഒരു 3 മന്ത്സ് റിട്ടേൺസ്, 1 മന്ത് റിട്ടേൺസ്, 1 വീക്ക് പെർഫോമൻസ്, ഇത് നോക്കിക്കൊണ്ട് ഏതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, ഏതാണ് ഏറ്റവും വീക്കായിട്ട് നിൽക്കുന്നത്, ഏതിലൊക്കെയാണ് റിവേഴ്സൽ വരുന്നത് അല്ലെങ്കിൽ സെക്ടർ റൊട്ടേഷൻ വരുന്നത്, ഏതൊക്കെയാണ് വീക്കായി വരുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ ഡിഫൻസിൽ നിന്നൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യും. ഇപ്പം ഞാൻ ഇവിടെ ഡിഫൻസിൽ ക്ലിക്ക് ചെയ്തു. ഡിഫൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു സ്റ്റോക്ക് നോക്കുമ്പം എന്താണ്, ഡിഫൻസ് സ്ട്രോങ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 52 വീക്ക് LTP vs 52 വീക്ക് നമ്മൾ ഹൈ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഇത് 20% 52 വീക്ക് ഹൈയിൽ നിന്നും നെഗറ്റീവാണ്. ആസ്ട്ര മൈക്രോവേവ് എന്താണ് 15%, അവൻറ്റേൽ 44%. എന്നാൽ ബാക്കി സ്റ്റോക്കുകൾ നമുക്ക് അവൈലബിൾ അല്ല. എന്നാൽ എന്താണ് നമ്മളുടെ BDL ഇല്ലെങ്കിൽ നമ്മൾ മാസ്ഡോഗ് നോക്കിയിട്ടുണ്ടെങ്കിൽ മാസ്ഡോഗ് 52 വീക്ക് ഹൈയിലാണുള്ളത്.
അപ്പോൾ നമുക്ക് എന്താണ് 52 വീക്ക് ഹൈയിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് താഴെയാണ്, അപ്പോൾ ഏറ്റവും കുറഞ്ഞ് നിൽക്കുന്ന പെർസെൻറ്റേജ് നിൽക്കുന്ന സ്റ്റോക്കുകളാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി നമുക്ക് ആ സ്റ്റോക്കുകളിലോട്ട് കൂടി പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് സെക്ടർ നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് മനസ്സിലാകും. അതിൻ്റെ കൂടെ സെക്ടറിൽ തന്നെ നിരവധി സ്റ്റോക്കുകൾ ഉള്ളതിൽ ഏത് സ്റ്റോക്കിലോട്ട് പോകണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 52 വീക്ക് ഹൈയിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ആണ് ഇത് താഴെ നിൽക്കുന്നത്, അപ്പോൾ ഏറ്റവും കുറഞ്ഞ് താഴെ നിൽക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രോങ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റോക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്കിപ്പം നിങ്ങൾക്കറിയാം നമുക്ക് സെബിയുടെ റെഗുലേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കെന്താണ് ഇൻഡിവിജ്വൽ സ്റ്റോക്കുകൾ എടുത്ത് അനലൈസ് ചെയ്യാനൊന്നും പറ്റില്ല, കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും ജസ്റ്റ് ഞാൻ മാസ്ഡോഗിൻ്റെ ചാർട്ട് കാണിച്ച് നിങ്ങൾക്ക് തരാം. ഓക്കെ, സോ മാസ്ഡോഗിൽ നോക്കിയാൽ എന്താണ്, മാസ്ഡോഗിൽ നമുക്കെന്താണ് ഇതിപ്പം ഇന്നാണ് ഞാൻ നിങ്ങളോട് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഡിഫൻസ് സെക്ടർ നോക്കിയാൽ കഴിഞ്ഞ 3 മന്ത്സിൽ 1 മന്തിൽ 1 വീക്കിലൊക്കെ പെർഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പം നമുക്ക് ഇന്നല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഡിഫൻസ് സെക്ടർ സ്ട്രോങ് ആണെന്നറിയാം. നമ്മളുടെ സൺഡേ വീഡിയോയിൽ അല്ലെങ്കിൽ സാറ്റർഡേ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഡിഫൻസ് സ്റ്റോക്സിൽ നമുക്ക് റാൻഡമായിട്ട് ഏതെങ്കിലും സ്റ്റോക്കിൽ പോയി എൻട്രി എടുക്കുന്നതിന് പകരം ഡിഫൻസ് സ്റ്റോക്കിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ടും നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് സാധിക്കാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പം മാസ്ഡോഗ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ ഞാൻ കാണിച്ചു തന്നെ. കൂടുതൽ ചാർട്ടുകളിലോട്ട് നമുക്ക് പബ്ലിക്കായിട്ട് പോകാൻ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ 1 by 1 ആയിട്ട് ഓരോ സെക്ടറിൻ്റെയും എടുത്തിട്ട് അനലൈസ് ചെയ്യുക, ഏത് സെക്ടറാണ് സ്ട്രോങ് ആയിട്ടുള്ളത്, ഏത് സെക്ടറാണ് ഇപ്പം നിലവിൽ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചാർട്ടിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളുടെ ചാർട്ടുകൾ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പം നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നൊക്കെയുള്ളത് നിങ്ങൾ 1-2 തവണ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും നിലവിൽ ഇപ്പോൾ ഏതാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് ബുൾ റണ്ണിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു എൻട്രി എടുക്കുമ്പം ഏത് സ്റ്റോക്ക് കൺസിഡർ ചെയ്യണമെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുള്ളായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഫർദർ ഇല്ലെങ്കിൽ എന്താ പറയുക, കൂടുതൽ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് നമ്മൾ വരുന്ന വീക്കിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ എൻട്രി എടുക്കാം അല്ലെങ്കിൽ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.